കോൺഗ്രസ് ആളും അർത്ഥവും ആരവവും തികഞ്ഞ ചരിത്രമായിരിക്കുന്നു. AICC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കൈച്ചലവിന് കാശില്ലെന്ന് വിലപിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. 9 അക്കൗണ്ടുകളിലായുള്ള കോടികൾ മരവിപ്പിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അത്. ഇന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കൈപ്പറ്റിയ നോട്ടീസിലെ പിഴത്തുകയിലെ അക്കബാഹുല്യം കോൺഗ്രസിനെ കിടുക്കാൻ പോന്നതാണ്. 1823 കോടി രൂപ. സീതാറാം കേസരിയുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പൊടി തട്ടിയെടുത്ത ആദായ നികുതി വകുപ്പിന്റെ അതിപ്രഹരശേഷിയുള്ള ആയുധം ജനാധിപത്യത്തെ തൂക്കിലേറ്റുന്ന നടപടിയെന്ന് കോൺഗ്രസ്. തീർന്നില്ല. 11 കോടി അടയ്ക്കണമെന്ന് CPIക്ക് നോട്ടീസ്. റിട്ടേൺ സമർപ്പിച്ചതിൽ പഴയ പാൻ കാർഡ് വിവരങ്ങൾ നൽകിയെന്നതാണ് പിഴയ്ക്ക് അടിസ്ഥാനം. കേന്ദ്രത്തിന്റേത് നികുതി ഭീകരതയോ? കോൺഗ്രസിനെ തകർക്കാൻ ശ്രമമോ? പ്രതിപക്ഷത്തോട് നെറികേടോ? BJPയുടെ കണക്ക് കൃത്യമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. CPMൽ നിന്ന് ശ്രീ VK സനോജ്, കോൺഗ്രസിൽ നിന്ന് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, BJPയിൽ നിന്ന് ശ്രീ ശങ്കുട്ടി ദാസ്. ചർച്ചയുടെ വേളയ്ക്ക് ശേഷം സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ശ്രീ ശങ്കുട്ടി ദാസ്, പ്രതിപക്ഷത്തെ എങ്ങനെയും തകർത്ത് കളയാം എന്നൊരു കാഴ്ചപ്പാട് കേന്ദ്ര സർക്കാരിനുണ്ടോ? കേന്ദ്ര ഏജൻസികളെ അതിനുവേണ്ടി ഉപയോഗിച്ച് സാമ്പത്തികമായി രാഷ്ട്രീയമായി ഒക്കെ ആക്രമിച്ച് ഇല്ലാതെയാക്കി കളയാം. ഒരു എതിർ ശബ്ദവും കേൾക്കാത്ത രാഷ്ട്രീയ പശ്ചാത്തലം വേണ്ടതുണ്ട് എന്നുണ്ടോ BJPക്ക്? നോക്കൂ, നിങ്ങളുടെ ഈ ചോദ്യത്തിലുള്ള മുൻവിധി ഇത് കേന്ദ്ര സർക്കാർ എന്തോ രാഷ്ട്രീയ വിരോധം കൊണ്ട് എടുത്തിട്ടുള്ള നടപടിയാണ് എന്നുള്ളതാണ്. അല്ല, ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയാമക ഏജൻസിയുടെ നിയമപരമായിട്ടുള്ള ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതിനോടകം തന്നെ ഇൻകം ടാക്സ് കമ്മീഷണറെയും അതിനു മുകളിൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് അതോറിറ്റിയെയും അതിനു മുകളിൽ ഡൽഹി ഹൈക്കോടതിയും സമീപിച്ചിട്ടും ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂല വിധി കിട്ടിയിട്ടില്ലാത്ത പശ്ചാത്തലത്തിലാണ് ഇൻകം ടാക്സിന്റെ ഇന്നത്തെ നോട്ടീസ് വന്നതെന്നെങ്കിലും അങ്ങ് ശ്രദ്ധിക്കുമല്ലോ. കാരണം 2014, 2015 കാലം മുതൽ 2020, 2021 കാലം വരെയുള്ള ഇൻകം ടാക്സ് റിട്ടേൺസിൽ കോൺഗ്രസ് വലിയ അളവിലുള്ള ക്രമക്കേട് കാണിക്കുകയും യഥാർത്ഥ കണക്കുകൾ ബോധിപ്പിക്കാതിരിക്കുകയും ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 239A പറയുന്ന മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കേസ്. അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന IT ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ മുഴുവൻ വരുമാനവും ടാക്സബിൾ അല്ല. സെക്ഷൻ 13A കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് സാധാരണ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന പണത്തിന് അവരുടെ അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന റെന്റ്, ഡിവിഡന്റ്, ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ടാക്സിൽ നിന്ന് റിബേറ്റ് ഉണ്ട്. പക്ഷേ ആ റിബേറ്റ് കിട്ടണമെങ്കിൽ, ടാക്സ് എക്സെപ്ഷൻ കിട്ടണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ അവിടെ പൂർത്തീകരിക്കണമെന്ന് സെക്ഷൻ 13A തന്നെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്ഷൻ 239A പ്രകാരമുള്ള ടാക്സ് റിട്ടേൺസ് അവർ ബോധിപ്പിച്ചിരിക്കണം. ആ ടാക്സ് റിട്ടേൺസിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരമുള്ള ടാക്സ് എക്സംഷൻ ലിമിറ്റ് അവർ എക്സീഡ് ചെയ്തിട്ടുണ്ടോ, ഇവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കണക്കുകൾ ഇവർ ബോധിപ്പിക്കുന്നുണ്ടോ, 2000 രൂപയിൽ കൂടുതലുള്ള കോൺട്രിബ്യൂഷൻസിനെല്ലാം ആരാണ് ആ പണം തന്നത് എന്നതിന്റെ സോഴ്സ് വരെ വെളിപ്പെടുത്തിയിട്ടുണ്ടാവണം. 2000 രൂപയിൽ കുറഞ്ഞ സംഖ്യ മാത്രമേ പണമായിട്ട് മേടിക്കാൻ സാധിക്കുള്ളൂ. 2000-ന് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്ക് മുഖാന്തരമായിരിക്കണം നടത്തിയിരിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടി ചെയ്തത് എന്താണ്? 2014-15 കാലഘട്ടം മുതൽ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതിരുന്നതിനെ തുടർന്ന് 2020 ഇവർക്കെതിരെ ഇൻകം ടാക്സിന്റെ നടപടി ഉണ്ടായി. ആ നടപടിക്കെതിരെ കോൺഗ്രസ് ഇൻകം ടാക്സ് കമ്മീഷണറെ സമീപിച്ചു. 2021 ഇൻകം ടാക്സ് കമ്മീഷണർ ഇവരുടെ ഹർജി തീർപ്പാക്കുകയും 135 കോടി രൂപ 2018-2019 കാലഘട്ടത്തിലെ ടാക്സ് ഇവേഷന്റെ മാത്രം കാര്യത്തിൽ 135 കോടി രൂപ ഇവർക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യുകയും ചെയ്തു. ആ ഫൈൻ ഇമ്പോസ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ അപ്പീൽ കൊടുക്കണമെങ്കിൽ തന്നെ 20% കെട്ടിവെക്കണമെന്നാണ് വ്യവസ്ഥ എന്നിരിക്കുകയും ആ വ്യവസ്ഥ പാലിക്കാതെ ഇവർ ITATയിൽ അപ്പീൽ പോയി, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അപ്പീൽ പോയി, ഇൻകം ടാക്സ് അപ്പലേറ്റ് അതോറിറ്റി അത് തള്ളി. അതിന് മുകളിൽ ഇവർ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം 4 വർഷത്തെ ടാക്സ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള പ്രൊട്ടസ്റ്റ് തള്ളിക്കളയാണ് ചെയ്തത്. ഇനിയും 3 കൊല്ലത്തെ കണക്കുകൾ വരാനുണ്ട് കേട്ടോ. 2014-15 കാലഘട്ടത്തിലെ, 2015-16 കാലഘട്ടത്തിലെ, 2016-17 കാലഘട്ടത്തിലെ പക്ഷേ ആ ഉത്തരം തുടങ്ങിയത് തന്നെ അതിലൊരു മുൻവിധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നികുതി ഭീകരത, ജനാധിപത്യത്തെ തൂക്കിലേറ്റൽ, പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കൽ, പ്രതിപക്ഷത്തെ നിർവീര്യമാക്കൽ തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ പ്രതിപക്ഷ ചേരിയാകെ ഉന്നയിക്കുന്നിടത്താണ് അവർ ആരോപിക്കുന്നത് പോലെ നിങ്ങൾ ഇങ്ങനെ ഒരു നികുതി ഭീകരത നടപ്പിലാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ മുന്നോട്ട്. സ്വാഭാവികമായും BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധിയോട് പ്രതിപക്ഷത്തിന്റെ ചോദ്യമായിരിക്കണമല്ലോ ഞാൻ ചോദിക്കേണ്ടത്, അല്ലാതെ അങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് സ്വാഭാവിക നടപടി എന്ന് അങ്ങ് വിശേഷിപ്പിക്കുമ്പോൾ
BJP സർക്കാർ അധികാരത്തിലേറി 10 വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഒരു പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിൽക്കുകയാണ്. ആ പരിസരത്തു നിന്നുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ 10 വർഷവും ഇല്ലാത്ത കൃത്യനിഷ്ഠത, കർമ്മ കുശലത ഒക്കെ ഉണ്ടാകുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്ന സംശയം കൂടി മുന്നോട്ട് വെക്കുന്നത്. ഞാൻ എൻ്റെ ഉത്തരത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഈ പറയുന്ന നടപടി തന്നെ 2020 മുതൽ ആരംഭിച്ചതാണ്. 2021 കോൺഗ്രസ് ഡൽഹി ഇൻകം ടാക്സ് കമ്മീഷണറെ സമീപിച്ച് അവർക്കെതിരായിട്ട് വിധി കിട്ടിയിട്ടുള്ളതാണ്. അവർ ഡൽഹി തന്നെയുള്ള ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോയിട്ടുള്ളതാണ്. ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ വിധി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ ഇയർ കണക്കുകൂട്ടുന്നത് മാർച്ച് 31 തീയതി അവസാനിക്കുന്ന പോലെയാണ്. മാർച്ച് 31 തീയതി അവസാനിക്കുകയും ഏപ്രിൽ 1 തീയതി ആരംഭിക്കുകയാണ് അത് ചെയ്യുക. സ്വാഭാവികമായിട്ട് എല്ലാ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിങ്ങിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള 94.9 കോടി 2016-17 മുതൽ ഇങ്ങോട്ട് 2019-20 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ഈ പറയുന്ന നികുതി പ്രശ്നമെല്ലാം 2024 ഫിനാൻഷ്യൽ ഇയർ തീരുന്ന കാലത്ത് മാത്രമാണോ? ഇത്രയും നാളെ ഇൻകം ടാക്സ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നോ ശ്രീ ശങ്കുട്ടിദാസ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് 2020 തുടങ്ങിയിട്ടുള്ള നടപടിയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന 93-94 കാലഘട്ടത്തിലെ കണക്കൊന്നുമില്ല. അതൊക്കെ കോൺഗ്രസിന്റെ പെരുപ്പിച്ചിട്ടുള്ള വാദങ്ങളാണ്. ഇവിടെ കൃത്യമായിട്ട് ഡോക്യുമെന്റ്സ് നമുക്ക് മുമ്പിലുണ്ടല്ലോ. കോൺഗ്രസ് പാർട്ടി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച എന്തിനാണ്? 2014-15 കാലഘട്ടം മുതൽ 2020-2021 കാലഘട്ടം വരെയുള്ള അവരുടെ ഇൻകത്തിൽ ഞങ്ങൾ കാണിച്ചിട്ടുള്ള കണക്കല്ല യഥാർത്ഥ കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു അസസ്മെന്റ് നടത്തുകയും ആ അസസ്മെന്റ് പ്രകാരം ഞങ്ങൾക്ക് വലിയൊരു ഫൈൻ ഇമ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ഫൈൻ ശരിയല്ല, അതുകൊണ്ട് അത് അസാധുവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഇവരുടെ വാദങ്ങൾ പരിശോധിച്ചു. ഓരോ വർഷത്തിന്റെ മുകളിലും വ്യത്യസ്തമായിട്ട് വാദം കേട്ടു. 2015-16 കൊല്ലത്തെ കണക്കിന്റെ മുകളിൽ വേറെ വാദം കേട്ടു. 2016-17 കൊല്ലത്തെ കണക്കിന്റെ മേലെ വേറെ വാദം കേട്ടു. ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 അംഗ ബെഞ്ചിന്റെ വിധിയുടെ പ്രിസിഡൻസ് കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇവരുടെ ഈ പറയുന്ന ഹർജി തള്ളുകയും ഇൻകം ടാക്സിന് ഈ പറയുന്ന റീഅസസ്മെന്റ് നടത്താനുള്ള അനുവാദമുണ്ട്, നിയമപ്രകാരമുള്ള അധികാരമുണ്ട്, അതൊരു ലീഗൽ ആക്ഷനാണ് എന്ന് വിധിക്കുകയും ചെയ്തത്. സ്വാഭാവികമായിട്ട് അതിന്റെ തുടർച്ചയുള്ള നടപടിയാണ്. മുന്നിലുണ്ട് ശ്രീ ശങ്കുട്ടിദാസ്. പക്ഷേ ഈ പറയുന്ന ഒരു ടൈമിംഗുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 3 കേസുകളിലായി കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആരോപണം അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു, അങ്ങനെ ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് അതിന് മറുപടി കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കാം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഒരു മിനിറ്റ്. ഒറ്റ ചോദ്യം ശ്രീ മാധു, നിങ്ങൾ പറയുന്നു ഇത് നികുതി ഭീകരതയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളല്ല, കോൺഗ്രസ് ആണ് പറഞ്ഞത്. തോന്നുന്നത് കോൺഗ്രസ് ആണ് പറഞ്ഞത്, ജയറാം രമേശ് കോയിൻ ചെയ്തതാണത്. അല്ല, അങ്ങയുടെ ചോദ്യത്തിനാണല്ലോ ഞാൻ മറുപടി പറയുന്നത്. ശരി, ഞാൻ പറയുന്നു അങ്ങനെയാണ് അവരുടെ ആരോപണമെങ്കിൽ അവർ ആരോപണം ഉന്നയിക്കുന്നത് ഡൽഹി ഹൈക്കോടതിക്കെതിരെ കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുള്ള ഹർജിയുടെ മുകളിൽ ഉണ്ടായിട്ടുള്ള നടപടിയാണിത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നികുതി ഭീകരത ഡൽഹി ഹൈക്കോടതി കൂടി ഉൾപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണെന്ന് പറയാനുള്ള ധൈര്യം അവർ കാണിക്കണം. ഇത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ അല്ല, ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് കോടതികളിൽ നിന്നോ ഏജൻസികളിൽ നിന്നോ ഈ മഹാരാജ്യത്ത് നിന്ന് നീതി കിട്ടുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത്. ഒരു കള്ളമാണ്. ഇവിടെ നീതി ഇല്ല മനുഷ്യർക്ക്, മറ്റ് പ്രസ്ഥാനങ്ങൾക്കൊന്നും എന്നതാണ്. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടാത്തത് കോൺഗ്രസിന് എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ശരി, ശ്രീ ശങ്കുട്ടിദാസ് ജനങ്ങളിലേക്ക് വരാമെന്ന് വഴങ്ങണേ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, സീതാറാം കേസരിയുടെ കാലത്ത് 93-94 തൊട്ട് ഇങ്ങോട്ടുള്ള കണക്ക് മുഴുവൻ കുത്തിപ്പൊക്കിയെടുത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ കൈ കെട്ടിയിടാനുള്ള ശ്രമം നിങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അങ്ങനെ ഒരു കാര്യമില്ല എന്ന് ശങ്കുട്ടിദാസ് പറയുന്നു. നിങ്ങൾ ഇരവാദം കളിക്കുകയാണോ? ഇവിടെ NDA സഖ്യം, അതായത് നോൺ ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ് അതിനെ വിളിക്കേണ്ടത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് BJPയുടെ ഗവൺമെൻറ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മാലിഫൈഡ് നേച്ചർ, പ്രത്യേകിച്ച് IT ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന മറ്റുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മാലിഫൈഡ് നേച്ചറിലുള്ള ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങൾ, ഇതിനെ എല്ലാം ജനാധിപത്യ വിരുദ്ധം എന്നുള്ളതാണ് പറയേണ്ടത്. നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ മാധു വളരെ കറക്റ്റായിട്ട് ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് ശങ്കുട്ടി ദാസ് അതിൻ്റെ രീതി തന്നെ മാറ്റിക്കളയാൻ വേണ്ടി ഹൈക്കോടതിയിലേക്കൊക്കെ പോവുകയാണ്. ഇവിടെ എന്താ പ്രധാനപ്പെട്ട പ്രശ്നം? ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 1993 കാലഘട്ടം തിരിച്ചടി കിട്ടിയെന്ന് അദ്ദേഹം ശരിയാവണ്ണമാണ് സൂചിപ്പിച്ചത് ഇതേ കേസിൽ. അല്ല, ആയിക്കോട്ടെ. നമ്മുടെ ചർച്ച എന്താണ്? പ്രതിപക്ഷ പാർട്ടികളെ നിർവീര്യമാക്കാനായി
പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി മാർച്ച് 16, 2024 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നു. അതിന് തൊട്ടു മുമ്പും അതിനുശേഷവും BJPയുടെ ഗവൺമെന്റ് ഏത് തരത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളെ കൈകാര്യം ചെയ്തത്? ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ BJP ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. ബാക്കിയുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സും കോടതിയിൽ നടന്ന കാര്യങ്ങളും അതൊക്കെ ഞങ്ങൾ കോടതിയിൽ നേരിട്ടോളാം. അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ കാണണമെങ്കിൽ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ കണ്ടോളാം. അതിൻ്റെ ലീഗാലിറ്റി ഒന്നും ഞങ്ങളെ BJP പഠിപ്പിച്ചു തരേണ്ട, അത് ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങളുടെ ഒന്നാമത്തെ ആരോപണം എന്താണ്? സീതാറാം കേസരിയുടെ ട്രഷററായിരുന്ന കാലഘട്ടം 1993-94 മുതലുള്ള കാലഘട്ടം, പിന്നീട് 16-17 മുതൽ 19-20 വരെ 1823 കോടി രൂപയുടെ ഡിമാൻഡാണ് IT ഡിപ്പാർട്ട്മെന്റ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? 14 ലക്ഷം രൂപയുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെനാൽറ്റി എന്നുള്ള നിലയ്ക്കായിരുന്നു ഇത് തുടങ്ങുന്നത്. അവിടെ MP-മാരുടെ സാലറിയിൽ നിന്ന് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന ഈ 14 ലക്ഷം രൂപയുടെ പെനാൽറ്റി എന്നുള്ള നിലയ്ക്കാണ് 135 കോടി രൂപ IT ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിന് പെനാൽറ്റി ആയി തരുന്നത്. അങ്ങനെ പെനാൽറ്റി ആയി തരുന്നു. അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, അങ്ങനെ പെനാൽറ്റി ആയി 135 കോടി രൂപ തരുമ്പോൾ ആ പെനാൽറ്റിക്ക് പുറമെ കോൺഗ്രസിൻ്റെ മുഴുവൻ അക്കൗണ്ടുകളും 200 ചില്ലുവാനും കോടി രൂപയുടെ അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്യുകയാണ്. ഭാരത് ജോഡോ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിവിധ ബാങ്കുകളിലുള്ള ആ ഭാരത് ജോഡോ ന്യായ് യാത്ര, രണ്ടാമത്തെ ന്യായ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ യാത്ര തകർക്കണമെന്ന ഉദ്ദേശത്തോടെ വിവിധ ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള ഫ്രീസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ യാത്രയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 14 ലക്ഷത്തിൻ്റെ പെനാൽറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ബാങ്കുകളിൽ ഏതൊക്കെ തരത്തിലുള്ള നോട്ടീസുകൾ വരും. പിന്നീട് സെറ്റിൽമെൻറ്റിനുള്ള സാധ്യതയുണ്ട്, വൺ ടൈം സെറ്റിൽമെൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഇരിക്കുക. ഞാൻ പറയും, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും അത്തരത്തിലൊരു ഒരു IT ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുവാൻ ഉള്ള ഒരു ഡോക്യുമെൻറ്റിൽ കുറവ് വന്നാൽ തീർച്ചയായിട്ടും അതിനെ നോട്ടീസ് അയക്കാം. 14 ലക്ഷം രൂപയുടെയാണ്. അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നോട്ടീസ് സെർവ് ചെയ്യാതെ അത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഈ അസസ്മെൻറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഓഫീസറിന് സാമ്പത്തിക തിരിമറി നടന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്ന രീതിയിൽ, അതും 5 വർഷം മാത്രമേ അദ്ദേഹത്തിന് അത് നിയമപ്രകാരം ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ 93 മുതലുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. കാലഘട്ടം മുതൽ ഉള്ളത്, പിന്നീട് 2016 മുതൽ 2020 വരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ടാക്സ് കൊടുക്കേണ്ടതില്ല, പൊതുപ്രവർത്തനമാണ് ലക്ഷ്യം എന്നുള്ളത് കൊണ്ട്. പക്ഷെ അതായത് കൊമ്പ് കെട്ടിയ വക്കീലന്മാരുണ്ടല്ലോ അല്ലേ, നിയമം കൃത്യമായിട്ട് അറിയാവുന്നവർ, എല്ലാ പണികളും ചെയ്യാൻ പ്രഗത്ഭർ ഒക്കെ പാർട്ടിയിൽ അണിനിരന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഒരു IT റിട്ടേൺ സമർപ്പിക്കുന്നതിൽ ഇമാതിരി വീഴ്ച വരുത്തുക, വർഷങ്ങൾ അതിന്റെ പെനാൾട്ടി ഇങ്ങനെ ഇരട്ടിച്ചു പോകുന്നത്, ഒരു കാര്യക്ഷമതയും ഇല്ലാതെ നോക്കി നിൽക്കുക. രണ്ടുണ്ടല്ലോ കാര്യം. അതായത് ഒന്ന് ഈ പറയുന്ന ടാക്സ് റിട്ടേൺ കൊടുത്തില്ല എന്നുള്ളത്, രണ്ടാമത്തേത് വിവിധയിടങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ അവരുടെ ഡയറിയിൽ ഉണ്ടാവുകയും നിങ്ങളുടെ കണക്കിൽ ഇല്ലാതിരിക്കുകയും ചെയ്ത കണക്ക് തമ്മിലുള്ളൊരു വ്യത്യാസം. ഈ രണ്ട് കാര്യങ്ങളിലും വീഴ്ച വരുത്തുക എന്ന് പറയുന്നതിനെ ഒരൊറ്റ കാര്യം പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ട എന്ന് പറഞ്ഞ് മാത്രം ന്യായീകരിക്കാൻ പറ്റുമോ? ഉണ്ടാകും. പക്ഷെ അത് മാത്രമാണോ? നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് മറുപടി പറയട്ടെ. അതിന് മറുപടി പറയട്ടെ. മാധു 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് ഡയറിയുടെ കാര്യം ചോദിച്ചു. ഇത് ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമാണോ ഇത്തരത്തിലുള്ളത്? BJPയുടെ കണക്കുകൾ ഞാൻ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അത് തൂക്കി നോക്കുകയല്ല, അതിനൊരു കമ്പാരിസൺ അല്ല. ഒരു രാജ്യത്തൊരു നിയമം നടപ്പിലാക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രം ഒരു നിയമം, ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രത്യേക നിയമമൊന്നും ഇല്ലല്ലോ. 4617 കോടി രൂപയുടെ എക്സ്പെക്റ്റഡ് ഡിമാൻഡാണ് BJPയുടെ പേരിലുള്ളത് 2016 മുതൽ 2023 വരെയുള്ളത്. ഇത് കോൺഗ്രസ് വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഓരോ വർഷത്തെയും വിശദമായ കണക്കുകൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് BJPക്ക് അപ്പോൾ ഇതൊന്നും ബാധകമല്ല? BJPക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല. പിന്നെ താങ്കൾ ചോദിച്ച ഡയറികളുടെ കാര്യം ഞാൻ പറയാം. യെദ്യൂരപ്പയുടെ ഒരു ഡയറി ഉണ്ടായിരുന്നു, നമ്മൾ പണ്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും പറയുന്നത് മറ്റുള്ളവർക്ക് ബാധകമായ പ്രശ്നമാണ്, അവനവന് സംഭവിച്ച വീഴ്ചയെ പറ്റി. അല്ല, മാധു ഏത് ഡയറിയുടെ കാര്യമാണ് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, മാധു ഏത് ഡയറിയുടെ കാര്യമാണ് ചോദിച്ചത്?
ശ്രീ ദീപ്തി മേരി വർഗീസ്, നിങ്ങൾ ഫയൽ ചെയ്ത കണക്കിൽ, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കും ചിലയിടങ്ങളിൽ ഇൻകം ടാക്സും ED യും നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ കണക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഒരു കേസ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഈ 14 ലക്ഷം രൂപയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് 135 കോടി രൂപ പെനാൽറ്റി ആയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതിൻ്റെ പേരിലാണ് 200 ചില്ലുവാനും കോടി രൂപയെ ബാങ്ക് മൊത്തത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ ഫണ്ടും ഫ്രീസ് ചെയ്യുകയാണ്. അത്തരത്തിലൊരു നടപടി നടന്നതിന് ജനാധിപത്യ വിരുദ്ധം എന്നല്ലാതെ എന്താണ് മാധു പറയേണ്ടത്? ഞാൻ ചോദിച്ചോട്ടെ, ഈ ഡയറികളിലൊക്കെ ഞാൻ വളരെ വിശദമായി തന്നെ ഡയറികളിലേക്ക് കിടക്കാം. ബിർല സഹാറ ഡയറി, അതെന്താണ് 2013 വന്നതിൽ 40 കോടി അഹമ്മദാബാദ് CM കൊടുത്തതാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് CM 40 കോടി രൂപ കൊടുത്ത ഡയറിയിൽ ഉണ്ടായിരുന്നു. 10 കോടി കൊടുത്തത് ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു. അതുപോലെ 4 കോടി കൊടുത്ത ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി രമൺ സിംഗിനായിരുന്നു. പിന്നെ ജെയിൻ ഡയറി, LK അദ്വാനി രാജിവെക്കേണ്ടി വന്നു, MP സ്ഥാനം രാജിവെക്കേണ്ടി വന്നു 1991. ഇതെല്ലാം കൂടാതെയാണ് യെദ്യൂരപ്പയുടെ ഡയറി. അപ്പോൾ ഡയറികളിലൊക്കെ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് കോടതി അതിന് കൃത്യമായിട്ട് ആ കേസുകളുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ഡയറികളുടെ കാര്യം പറഞ്ഞ് കോൺഗ്രസിന് മാത്രം അത് ബാധകമാണ്. ഇപ്പം മറ്റുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ മുഴുവൻ IT ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് റെയ്ഡ് നടത്തുകയും അവരുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ BJPക്ക് അത്തരത്തിൽ ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്നത്, ഇത് ഇന്ത്യയിൽ എന്ത് തരം ജനാധിപത്യമാണ് ഇപ്പോൾ നടക്കുന്നത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ച ഭയമാണ്. BJPയെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ശരി ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ VK സനോജ്, പ്രതിപക്ഷ നിരക്ക്, പ്രതിപക്ഷ ചേരിക്കൊക്കെ പൊതുവെയുള്ള ആരോപണമാണ് ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ആകെ തകർക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമായി കോൺഗ്രസിന് നേരെയുള്ള ഈ ആദായ നികുതി വകുപ്പ് നോട്ടീസിനെ നിങ്ങൾ കാണുന്നുണ്ടോ? അതോ കഴിഞ്ഞ ദിവസം ഗവർണർ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തിയിട്ട് നിങ്ങൾ ഈ ഇലക്ടറൽ ബോണ്ട് വഴി നേടിയെടുത്ത ആയിരക്കണക്കിന് കോടി രൂപ എവിടെ, ഇപ്പൊ കാശില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന ആ നിലപാടിൽ തന്നെ തുടരുകയാണോ? ഇത് വെറുമൊരു ആരോപണമായിട്ടല്ല CPIM ഈ വിഷയത്തെ കാണുന്നത്. ഇത് വളരെ കൃത്യമായും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ നിശബ്ദമാക്കാൻ വേണ്ടി BJP ആവിഷ്കരിച്ചിട്ടുള്ള കൃത്യമായ പദ്ധതിയാണ്. ഇപ്പോൾ രാജ്യത്ത് ഈ അന്വേഷണ സംവിധാനങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാൽ വളരെ കൃത്യമായും പ്രതിപക്ഷ പാർട്ടികളെ ഭീഷണിപ്പെടുത്താൻ, അതിൻ്റെ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ചേരിയിലേക്ക് നിർത്തുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഇങ്ങനെയുള്ള പണം കൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ വിലക്ക് വാങ്ങുന്നു. ഇപ്പോൾ ഇവിടെ നോക്ക്, 138 കേസുകൾ ED രജിസ്റ്റർ ചെയ്ത 138 കേസുകൾ, അതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ആ 138 കേസിൽ 127 കേസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്ക് നേരെയാണ്. ഇപ്പോൾ ഒടുവിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിട്ടിരിക്കുക. ഇപ്പം എന്താണ്, ഈ ചില ആളുകളെ സ്വാധീനിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പണം മാത്രമല്ല ഇവർ വാങ്ങുന്നത്, പണം വാങ്ങുന്നു എന്നത് മാത്രമല്ല മൊഴി കൂടി വാങ്ങുകയാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി വാങ്ങിയ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നത്. ഇപ്പോൾ P. ശരത്ചന്ദ്ര റെഡ്ഡി എന്ന ആളുടെ മൊഴിയാണ് കെജ്രിവാളിനെതിരായിട്ട് ഇവർ 100 കോടിയുടെ അഴിമതി ആരോപണം. കെജ്രിവാളിനെ കണ്ടു എന്ന് നേരത്തെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ കെജ്രിവാളിനെ കണ്ടിട്ടില്ല, പണം കൊടുത്തിട്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞെങ്കിൽ കെജ്രിവാളിനെ കണ്ടു എന്ന മൊഴി കൂടി വാങ്ങി 6 മാസം അയാളെ പിടിച്ച് ജയിലിലിട്ട് അതിനുശേഷം അയാളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങി. ആദ്യം 5 കോടി വാങ്ങി, പിന്നെ 34.5 കോടി വാങ്ങി. അതും പോരാഞ്ഞിട്ട് മൊഴി കൂടി വാങ്ങി പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് വളരെ കൃത്യമായും പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ സംവിധാനത്തെയാകെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ നോക്ക്, EDയെ ഇവര് ഗുണ്ടാപിരിവിനുള്ള സംഘമായിട്ടല്ല ഉപയോഗിക്കുന്നത്, തനി ഗുണ്ടാപിരിവല്ല ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഉദാഹരണങ്ങൾ. ഇപ്പം മരുന്ന് കമ്പനികളിൽ നിന്നാണ് മൊത്തം ബോണ്ടിൻ്റെ തുക പരിശോധിക്കുമ്പോൾ 7.4% പണം വാങ്ങിയത് മരുന്ന് കമ്പനികളിൽ നിന്ന്. മരുന്ന് കമ്പനികളോട് ഇത്രയും പണം വാങ്ങുമ്പോൾ ആരോഗ്യമേഖല ഉണ്ടാവുന്ന പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒന്ന്, മരുന്നിൻ്റെ വില വർധനവ് ക്രമാതീതമായി ഉണ്ടാവുന്നു. മാത്രമല്ല നിലവാരമില്ലാത്ത മരുന്ന് ഉൽപ്പാദിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളെ കൊല്ലുകയാണ്. അപ്പം ഇത്തരം തെമ്മാടിത്തം
ഈ പണത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യാൻ മടിയില്ല എന്ന നിലപാടല്ലേ BJP തുടരുന്നത്. ഇപ്പൊ ശക്തമായി എതിർക്കേണ്ട, ശക്തമായി ഈ ജനാധിപത്യവാദികൾ ചെറുത്ത് തോൽപ്പിക്കേണ്ട ഒരു നിലപാടും നടപടിയുമാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ കണക്കുകൾ നോക്ക്. ഇവിടെ മേഘ ഗ്രൂപ്പ് 980 കോടിയുടെ ബോണ്ടാ വാങ്ങിയത്. ആ 980 കോടി വാങ്ങിയിട്ട് എന്തൊക്കെയാ പ്രതിവാരം ചെയ്തത്? പ്രത്യുപകാരമായിട്ട് താന ബോരാവാലി ഇരട്ട തുരങ്കപാത 14,400 കോടിയുടെ വർക്കാണ് 980 കോടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അവർക്ക് കൊടുത്തത്. ഇത് ഒരു കമ്പനിയുടെ മാത്രമല്ല, വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്ന നിരവധി ഉദാഹരണം വേറെയുണ്ട്. ഹെറ്ററോ കമ്പനി, ഡ്രഗ്സ് കമ്പനിയാണ്, റെയ്ഡ് നടത്തിയിട്ട് 550 കോടിയുടെ കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞു. തുടർന്ന് 55 കോടി എണ്ണി വാങ്ങി. ആര് വാങ്ങി? BJP വാങ്ങി. അതിനുശേഷം പിന്നെ ആ കമ്പനിയുടെ പേരുള്ള കേസുകൾ പിൻവലിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസമായി ചർച്ചകൾ നടത്തുകയാണല്ലോ. ഞാൻ അങ്ങോട്ട് നേരിട്ട് ചോദിച്ചത് കോൺഗ്രസിനെതിരായ ഈ നടപടി രാഷ്ട്രീയ ലക്ഷ്യമാണ് BJPയുടേത് എന്ന കാര്യം CPM-ന് അങ്ങനെ നിലപാടുണ്ടോ? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതൃത്വത്തിനെതിരായി BJP ഗവൺമെന്റ് കേന്ദ്ര അന്വേഷണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്. പക്ഷെ അതിനകത്ത് കോൺഗ്രസ് ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് ചില തെറ്റുകൾ ഏറ്റുപറയേണ്ടതുണ്ട്. എന്താ തെറ്റ്? ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ തന്നെ BJP വാങ്ങിയതിന്റെ ബാക്കി തുക ആര് വാങ്ങിയെന്ന് ചോദിച്ചാൽ അത് വാങ്ങിയത് കോൺഗ്രസ് ആണ്. അപ്പൊ അഴിമതിക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട പ്രതിപക്ഷ പാർട്ടി നിലയിൽ കോൺഗ്രസിന് അത്തരം കാര്യങ്ങളിൽ BJP-യുമായി കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. അതല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം, ഒരു മിനിറ്റ് അതുകൂടി പറയട്ടെ. പാലക്കാട് പ്രതിരോധ മേഖല ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം, അതിപ്പോ മേഘ ഗ്രൂപ്പിന് കൈമാറാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇന്നലത്തോടുകൂടി തീരുമാനം ഘടിപ്പിച്ചിരിക്കുക. ആ മേഘ ഗ്രൂപ്പ് BJP-ക്കും പണം കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസിനും പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനം, ഏതാണ്ട് 19,000 കോടി ആസ്തിയുള്ള പൊതുമേഖലാ സ്ഥാപനം വലിയ ഒരു ഗ്രൂപ്പിന് കൈമാറുമ്പോൾ, സ്വകാര്യ മേഖല കൈമാറുമ്പോൾ കോൺഗ്രസ് നേരത്തെ തന്നെ അവരിൽ നിന്ന് പണം വാങ്ങിയത് എത്ര ലജ്ജാകരമാണ്. ഇലക്ട്രൽ ബോണ്ട് വഴിയിൽ വാങ്ങിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കള്ളപ്പണത്തിന്റെ, ഈ അഴിമതിയുടെ വിവരങ്ങൾ ഈ രാജ്യത്ത് അറിയിക്കാൻ വേണ്ടി CPIM ആണ് ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത്. CPIM അതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പുറം ലോകം അറിയാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനും BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങളെ ആത്മാർത്ഥമായി ചെറുക്കാൻ വേണ്ടി കഴിയില്ല. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങ് ഇടയ്ക്ക് കൈയെടുക്കുന്നത് കണ്ടു. അതായത് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. അത് ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് യാത്രയെ തകർക്കാൻ, അതിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ ഇല്ലാതാക്കാനൊക്കെയുള്ളൊരു നിലപാട് സ്വീകരിക്കലായിരുന്നു എന്ന് ദീപ്തി മേരി വർഗീസ് പറഞ്ഞപ്പോൾ അങ്ങേക്ക് അത് എതിർപ്പുണ്ടായിരുന്നു. അങ്ങ് ഇടയ്ക്കുന്ന കൈ ഉയർത്തി അതിൽ പ്രതികരണം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അങ്ങേക്ക് പറയാം. മാത്രമല്ല ഈ പറയുന്ന 1823 കോടി രൂപ പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ട് മുഴുവൻ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തതിനു ശേഷമാണ് ഈ പിഴയടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. എന്ത് ജനാധിപത്യമാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചൊരു ചോദ്യം. അതാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യം തന്നെ തെറ്റാണ്. അതാണ് ദീപ്തി മേരി വർഗീസ് അത് പറയുമ്പോൾ തന്നെ ഞാൻ കൈ ഉയർത്തിയത്. അതായത് കോൺഗ്രസിന്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന വാദം അസംബന്ധമാണ്, അടിസ്ഥാനരഹിതമാണ്, അസത്യമാണ്. കോൺഗ്രസ് തന്നെ 2021-2022 കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ അസറ്റ്സ് എത്രയായിരുന്നു? 858 കോടി രൂപയുടെ ആകെ അസറ്റ്സ് ഉണ്ടെന്നാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള പണം എത്രയാണ്? 1323 കോടി രൂപയുണ്ടെന്നാണ്. മാഡം ഞാൻ മുഴുവനായിട്ട് പറയട്ടെ. കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിട്ടുള്ള പണം എത്രയാണ്? 1323 കോടി രൂപയാണ്. കോൺഗ്രസിന്റെ ആകെ ബാങ്ക് അക്കൗണ്ടുകളിലുള്ള നിക്ഷേപം 200 കോടി രൂപയാണെന്ന് പറഞ്ഞാൽ, അതും 4 ബാങ്കുകളിലായിട്ടുള്ള 11 അക്കൗണ്ടുകൾ മാത്രമാണ് കോൺഗ്രസിന്റെ ആകെ ബാങ്ക് സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് സാമാന്യയുക്തിയുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്നതാണോ? രണ്ടാമത്തെ കാര്യം, ഒരു അക്കൗണ്ട് പോലും ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചെയ്ത എന്താണ്? ലീൻ മാർക്കിംഗ് ചെയ്യുകയാണ്. അതായത് 135 കോടി രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കോൺഗ്രസ് കൊടുക്കാനുണ്ട് എന്ന് ഇൻകം ടാക്സ് കമ്മീഷണറും ITATയും ഓൾറെഡി പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വ്യവഹാരം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 1-ാം തീയതി ഇനിയിപ്പോൾ തുടർവാദം നടക്കാനിരിക്കുകയാണ്. ഈ പീരീഡിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടാനുള്ള പണത്തെ അറ്റാച്ച് ചെയ്യാണ്, ലീൻ മാർക്ക് ചെയ്യാണ് ചെയ്തത്. അതായത്
ഇൻകം ടാക്സിന്റെ കടന്നുകയറ്റം ഉണ്ടാകും എന്നതിന്റെ സൂചനയാണോ ശങ്കുട്ടിദാസ്? അത് ഈ പറയുന്ന 200 കോടിയൊന്നും പോരാ, 1800 കോടി കൂടി ഫ്രീസ് ചെയ്യാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ അക്കൗണ്ടും ഫ്രീസ് ചെയ്യും എന്നുള്ളതിന്റെ സൂചനയാണോ? നോക്കൂ, 1800 കോടി രൂപ കോൺഗ്രസിന് പിഴ ഈടാക്കിയത് നിങ്ങൾ ഭയങ്കര ഗൗരവമായിട്ട് പറയുന്നു. എന്റെ ചോദ്യം, 1800 കോടി രൂപ ഒരാൾക്ക് പിഴ കിട്ടണമെങ്കിൽ അവർ നടത്തിയിട്ടുള്ള വെട്ടിപ്പ് എത്ര കോടി രൂപയുടേതാണ്? എത്ര കോടി രൂപയുടെ വരുമാനം മറച്ചു പിടിച്ചതിനാണ് 1800 കോടി രൂപയുടെ പിഴ ഇവർക്ക് ഈടാക്കിയിരിക്കുന്നത്? അത് കേന്ദ്ര സർക്കാർ ഈടാക്കിയതല്ലോ. പിഴയും അധിക പിഴയും ഒക്കെയായി ഇങ്ങനെ എത്തി നിൽക്കുന്നു എന്ന് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. അങ്ങേക്ക് അതിൽ തിരുത്തുണ്ടെങ്കിൽ പറഞ്ഞോളൂ. 100% അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദമാണ് ഇവിടുത്തെ നോക്കൂ. അതെ, കറക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ സാധിക്കില്ല. ഇവിടെ എന്താണ് ബേസിക് പ്രശ്നം? 2015, 2016 കാലഘട്ടത്തിലെ കണക്ക് മാത്രം നമുക്ക് എടുക്കാം. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ടാക്സ് എക്സംഷന് അർഹമായിട്ടുള്ള പണം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അസറ്റ്സ് ഉണ്ടല്ലോ, ഫിക്സഡ് അസറ്റ്സ്. ആ ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന റെന്റ്, ഡിവിഡന്റ്, ഇൻട്രസ്റ്റ്, അതിന് പുറമെ വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് 20,000 മുകളിലുള്ളതാണെങ്കിൽ സോഴ്സ് വെളിപ്പെടുത്തിക്കൊണ്ടും 2,000 മുകളിലാണെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷനിലൂടെ വന്നതുമായി പണത്തിന് മാത്രമേ ഈ പറയുന്ന എക്സംഷന് പരിമിതിയുള്ളൂ. എന്നാൽ കോൺഗ്രസ് അവരുടെ എല്ലാ വരുമാനത്തെയും ഈ പറയുന്ന ടാക്സ് എക്സംഷന്റെ പരിധിയിൽ കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ട രേഖകൾ സമർപ്പിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള അസസ്മെന്റിൽ ഇതല്ല ഇവരുടെ യഥാർത്ഥത്തിലുള്ള വരുമാനമെന്നും ടാക്സബിൾ ഇൻകത്തിന്റെ ക്വാണ്ടം വളരെ കൂടുതലാണെന്ന് കണ്ടെത്തുകയും അങ്ങനെയാണ് ഈ 2019-20 കാലഘട്ടത്തിൽ 135 കോടി രൂപയുടെ ഫൈൻ ഇമ്പോസ് ചെയ്തത്. ഇതേപോലെയാണ് ഓരോ കൊല്ലത്തെയും കണക്കുകൾ. അതായത് വലിയൊരു നിയമവിരുദ്ധമായിട്ടുള്ള അങ്ങനെ ഈ പറയുന്ന കാർക്കശ്യം നിയമത്തിനുണ്ടെങ്കിൽ അത് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാകണ്ടേ? 4,600 കോടി രൂപ പിഴ അടയ്ക്കേണ്ടി വരും. ഞങ്ങളോട് സ്വീകരിച്ച അതേ തൂക്കത്തിൽ, അതേ കനത്തിൽ നിയമം BJPക്ക് ബാധകമാവുകയാണ് എങ്കിൽ മിണ്ടുന്നില്ലല്ലോ, അത് ചോദിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമല്ല. ഏതാണ്ട് 92 പേരുടെ, നിങ്ങൾക്ക് സംഭാവനകൾ നൽകിയ 92 പേരുടെ വിവരങ്ങളെ ലഭ്യമല്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിയാണോ? അത് വളരെ രസകരമാണ്. കാരണം സ്വന്തം പാർട്ടിയുടെ വരുമാനം എത്രയാണെന്ന് കൃത്യമായിട്ട് കണക്ക് കൂടിയിട്ട് അസസ് ചെയ്തിട്ട് റിട്ടേൺസ് സമർപ്പിക്കാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടി BJPയുടെ വരുമാനം എത്രയാണെന്ന് ഊഹിച്ചെടുത്തിട്ട് അതിൽ അവർ കാണിക്കാത്ത എത്രയാണെന്ന് ഗണിച്ചു പിടിച്ചിട്ട് അതിൽ ഇൻകം ടാക്സ് ചുമത്തേണ്ട പിഴ എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് അത് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി വരെ ചെയ്തു. ഈ മിടുക്ക് അവർ സ്വന്തം വരുമാനത്തിന്റെയും റിട്ടേൺസിന്റെയും കാര്യത്തിൽ കാണിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ 1,800 കോടി രൂപയുടെ ഈ പിഴ ഇവർക്ക് അടയ്ക്കേണ്ടി വരുമായിരുന്നില്ല. ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇവരുടെ ഈ വാദം സെൽഫ് ഡിഫീറ്റിംഗ് ആണ്. നോക്കൂ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ആദ്യ ഘട്ടത്തിൽ ഇവരുടെ വാദം എന്താണ്? ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സെക്ഷൻ 13A പ്രകാരം വരുമാനത്തിന് മുകളിൽ എക്സംഷൻ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പരമാവധി കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഫൈനായിട്ട് ഇമ്പോസ് ചെയ്യാവുന്നത് 10,000 രൂപയാണ്. അങ്ങനെ ഇരിക്കെ ഇത്രയും വലിയ തുക ഇമ്പോസ് ചെയ്തത് ശരിയല്ല, ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നടക്കുന്ന ജനാധിപത്യ ധ്വംസനമാണെന്നാണ്. അതേ ആളുകൾ തന്നെ BJPയുടെ കാര്യത്തിൽ പറയുന്നു, BJPക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 4,000 ചില്ലുവാനും കോടി രൂപയുടെ ടാക്സ് ഫൈൻ ഇമ്പോസ് ചെയ്യാം. അതായത് ഫൈൻ ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്ന് ആദ്യഘട്ടത്തിൽ ശ്രമിക്കരുത്. അവർക്കെതിരെ സ്വീകരിച്ച നിലപാടിനെ അടിസ്ഥാനമാക്കുകയാണെങ്കിൽ എന്നാണ്, അതേ രീതിയിലാണ് നിങ്ങളുടെ കണക്ക് ഗണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്ക് 10,000 രൂപയെ ബാധകമുള്ളൂ, നിങ്ങൾക്ക് 4,600 രൂപ ബാധകമാണ് എന്നല്ല. കള്ളക്കണക്ക് പറയരുത്. ശ്രീമതി മാധു, ആദ്യഘട്ടത്തിലെ വാദം എന്താണ്? ഈ പറയുന്ന ഫൈൻ ഇമ്പോസ് ചെയ്ത നടപടിയെ ശരിയല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വാദം എന്താണ്? ഫൈൻ ഇമ്പോസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് മാത്രം ഇമ്പോസ് ചെയ്താൽ പോരാ, BJPക്കും സമാനമായിട്ടുള്ള രീതിയിൽ ഫൈൻ ഇമ്പോസ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നോക്കി, ഈ പൊട്ടാത്ത ബോംബുകൾ ശബ്ദം ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ, അതായത് ഞങ്ങൾക്ക് മാത്രം ഇമ്പോസ് ചെയ്താൽ പോരാ, BJPക്ക് ഇമ്പോസ് ചെയ്യണമെന്നല്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഇമ്പോസ് ചെയ്യുന്നത്? ഈ നാട്ടിലൊരു നിയമം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് BJPക്ക് ബാധകമാകാത്തത് എന്നാണ്. നിങ്ങൾ എന്താണ് നിങ്ങളെ ഇങ്ങനെ സേഫ് ആക്കിക്കൊണ്ടുള്ള വാദങ്ങളെ മാത്രമേ കേൾക്കുകയുള്ളൂ? നോക്കൂ, ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സംവിധാനവും IT ആക്ടും BJP ഉണ്ടാക്കിയിട്ടുള്ള നിയമമൊന്നുമല്ല. 1961 ഇന്ത്യൻ പാർലമെന്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അസസ്മെന്റും അതുമായി ബന്ധപ്പെട്ട നടപടികളും അതിന് മേൽനോട്ടം നടക്കാൻ ഈ രാജ്യത്തുള്ള ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു സംവിധാനവും ഒക്കെ കൂടി ചേർന്നുകൊണ്ടുണ്ടാവുന്ന സ്വാഭാവിക നിയമത്തിന്റെ പ്രക്രിയയാണിത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വരുമാനം ഈ പറയുന്ന പോലെ പരിശോധിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ ടാക്സ് റിട്ടേൺസ് അടച്ചതിൽ പിഴവുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വലിയ പ്രഹരമായി എന്നെ മുഴുവൻ പറയാൻ നിങ്ങൾ സമ്മതിക്കൂ? അല്ല, അങ്ങ് പൂർത്തിയാക്കൂ. ശരി.
നോക്കൂ, നിങ്ങൾ എന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്നെ മുഴുവൻ ഉത്തരം പറയാൻ സമ്മതിക്കുക. അതിനിടയിൽ നിങ്ങളുടെ മുൻവിധി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻകം ടാക്സ് റിട്ടേൺസുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ എല്ലാ പാർട്ടികൾക്കും കിട്ടുന്നുണ്ട്. ആ പാർട്ടികളെല്ലാം അതുമായി ബന്ധപ്പെട്ട സ്വാഭാവിക നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ചില ആളുകൾ മാത്രമേ ടാക്സ് നോട്ടീസ് കിട്ടുമ്പോൾ പത്രസമ്മേളനം വിളിച്ചിട്ട് അവിടെ വന്ന് ഇരവാദം പറഞ്ഞ് കരയാറുള്ളൂ. അതുകൊണ്ട് അവർക്ക് മാത്രമേ ടാക്സ് നോട്ടീസ് കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. DMK സമാനമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് DMKക്കെതിരെ ടാക്സുമായി ബന്ധപ്പെട്ട നടപടിയൊന്നും ഇല്ല എന്നർത്ഥമുണ്ടോ? അതല്ലെങ്കിൽ BJD നടത്തിയിട്ടില്ലല്ലോ. സ്വാഭാവികമായിട്ട് BJP ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ പാർട്ടികളുടെയും വരുമാനത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നുണ്ട്. അതിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. നിയമപ്രകാരം ലോ അബൈഡിംഗ് ആയിട്ടുള്ള പാർട്ടികൾ എന്താ ചെയ്യുക? ആ കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം അവരുടെ വാദങ്ങൾ ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ബോധിപ്പിക്കുകയും അതിൽ പരാതി ഉണ്ടെങ്കിൽ കമ്മീഷണറെ സമീപിക്കുകയും അതിലും പരാതി ഉണ്ടെങ്കിൽ ITATയെ സമീപിക്കുകയും അതിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയും കോടതിയും തള്ളിക്കഴിഞ്ഞാൽ പിഴ അടക്കുകയാണ് ചെയ്യുക. അതല്ലാണ്ട് എനിക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി 1-2 സെന്റൻസിൽ മറുപടി തരട്ടെ. 2017 കിട്ടിയ 42 കോടിയുടെ സംഭാവന വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷന് മുൻപിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വാദം ഉള്ളതാണോ ഇല്ലാത്തതാണോ? നിങ്ങൾ എല്ലാ പേപ്പറും പെർഫെക്റ്റ് ആയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? ഞങ്ങൾ എല്ലാ പേപ്പറും പെർഫെക്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നിനക്ക് ശ്രീ സനോജ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അവസരം ഉണ്ടോന്നറിയില്ല. കാരണം സനോജ് ഈ ചർച്ചയിൽ വന്നുകൊണ്ട് IT ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉത്തരം പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാളിനെ കോടതി തന്നെ, അതായത് EDയുടെ 9 നോട്ടീസ് കൈപ്പറ്റിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാത്തതിനെ തുടർന്ന് പക്ഷേ പ്രതിപക്ഷ നിര അതിനൊരു തുടർച്ചയായിട്ടാണ് കാണുന്നത് എന്നത് അങ്ങേക്ക് അറിയാത്തല്ല. അത് രാഷ്ട്രീയമാണ്. പ്രതിപക്ഷ നിര ഈ പറയുന്ന നടപടികളെല്ലാം ഒരു തുടർച്ചയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് ഉന്നയിച്ചത്. ശ്രീ ശങ്കു, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നിങ്ങളുടെ ടാക്സ് എത്രയെന്ന് നോക്കാതെ, നിങ്ങളുടെ ടാക്സിന്റെ റിട്ടേൺ എപ്പോൾ ഫയൽ ചെയ്യണമെന്നത് ശ്രദ്ധിക്കാതെ, നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ സുസ്ഥിരമാണോ എന്ന് നോക്കാതെ, നിങ്ങളുടെ പേപ്പറുകൾ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കാതെ കണ്ണടച്ചിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ BJPയുടെ കണക്കുകൾ ഗണിച്ചു പിടിച്ചു പറയുകയാണോ നിങ്ങൾ ചെയ്തത്? ഈ 92 കോടി എന്ന് ക്ഷമിക്കണം 42 കോടിയുടെ സംഭാവന വിവരങ്ങൾ സംബന്ധിച്ച കാര്യം നിങ്ങൾ ഗണിച്ചു പിടിച്ച് പറയുകയാണോ ചെയ്തത്? 92 പേരുടെ വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഗണിച്ചു പിടിച്ച് പറയുകയാണോ ചെയ്തത്? നിങ്ങൾക്ക് BJPയുടെ കാര്യത്തിൽ മാത്രമേ ശുഷ്കാന്തിയുള്ളൂ എന്നുള്ളതാണ് ശങ്കുവിന്റെ ചോദ്യം. അല്ല, മാധു പറഞ്ഞ കണക്ക് ഞാനൊന്ന് കറക്റ്റ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ശങ്കുട്ടി ദാസിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ BJP വയലേഷൻ നടത്തിയിട്ടുള്ളത് 2017-2018 പേര് കൊടുത്തിട്ടില്ല. എന്താണ് നിയമം? നിയമപ്രകാരം ആരാണ് ഡൊണേഷൻ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ് ഇതെല്ലാം കൊടുക്കണമെന്നുള്ളതാണ്. 92 പേരുടെ പേര് കൊടുത്തിട്ടില്ല. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത കൗണ്ട് പറയുന്ന 1297 പേരുടെ അഡ്രസ്സ് ഇത് കൂടാതെ വേറെ കൊടുത്തിട്ടില്ല. അത് 42 കോടി രൂപയുടെയാണ്. പിന്നെ അഡ്രസ്സുമില്ല പേരുമില്ലാതെ BJP കൊടുത്തിരിക്കുന്നത് വേറെ 1.5 ലക്ഷത്തിൻ്റെ വേറെ കിടക്കുന്നു. അങ്ങനെ വയലേഷൻസ് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വരുന്നു പേരില്ലാത്തത്. 2022-23 253, അത് 253 പേരുടെ പേര് കൊടുത്തിട്ടില്ല. പിന്നീട് അഡ്രസ്സ് കൊടുക്കാത്ത വീണ്ടും വരുന്നു 126 പേരുടെ. അങ്ങനെ നീണ്ട ലിസ്റ്റ്. ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുണ്ടാക്കിയ കണക്കല്ല, ശങ്കുട്ടി ദാസ് ചെയ്യേണ്ടത്. നിങ്ങൾ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് പോയി നോക്കണം. ഞാൻ ഈ പറഞ്ഞ കണക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കാം. ഇത് മുഴുവൻ വളരെ സുതാര്യമായി വെബ്സൈറ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കോൺഗ്രസ് പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കാവാം, ഞങ്ങളെ പറ്റി ഇപ്പോൾ എന്താ ചോദിക്കുന്നത്? കോൺഗ്രസിനെ പറ്റി ഇപ്പോൾ മാധു ഉൾപ്പെടെ ഉള്ളവർ ചോദിച്ചത്, നിങ്ങൾ ഇത് ഫയൽ ചെയ്തില്ലേ, നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ തിരുത്തണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എത്ര ലാഘവത്തിലാണ് ചോദിച്ചത്? അത് യഥാർത്ഥത്തിൽ എന്താണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായി ആരോപണമാണ് ഞാൻ ശ്രീ ശങ്കുട്ടിദാസ് ചോദ്യമായി ചോദിക്കുന്നത്. ശങ്കുട്ടിദാസ് ഉന്നയിച്ച ആരോപണങ്ങളാണ് ഞാൻ അങ്ങയോട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ ലാഘവത്വത്തോടെ പറയുന്നു എന്നുള്ളതല്ല. പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഭരണപക്ഷത്തുള്ളവരോടും ഭരണപക്ഷത്തുള്ളവരുടെ ചോദ്യം പ്രതിപക്ഷത്തോട് ചോദിക്കുന്നു എന്നേ ഉള്ളൂ. പറഞ്ഞോളൂ. അല്ല, ഞാൻ മാധുവിനെ പേഴ്സണലൈസ് ചെയ്ത് പറഞ്ഞതല്ല. അത് താങ്കൾ ചോദിച്ച ചോദ്യം എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ 14 ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ 14 ലക്ഷത്തിൻ്റെ പെനാൽറ്റി എന്നുള്ള നിലയ്ക്ക് 135 കോടി രൂപ കൊടുക്കാൻ പറയുന്നു. ഈ 135 കോടി രൂപ കൊടുത്താൽ ആ പെനാൽറ്റി അവിടെ തീരുമല്ലോ. അതിനുവേണ്ടി എന്തിനാണ് 270 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത്? ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ശങ്കുട്ടി ദാസ് ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? അസറ്റ് ഉണ്ട്, കോൺഗ്രസിന് മറ്റ് അസറ്റ് ഉണ്ട്, വാടക കിട്ടും, മറ്റുള്ള പലതും കിട്ടും.
എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇനി എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അത് മുഴുവനും ഇനിയും ഉണ്ടാവരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. BJP-യുടെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ ഉണ്ടാവരുത്. അങ്ങനെ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ നിങ്ങൾ ഇപ്രാവശ്യം പ്രതിപക്ഷ നിരയെ മുഴുവൻ ഭയപ്പെടുന്നു. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ പേര് പോലും നിങ്ങൾക്ക് നേരെ ചൊവ്വേ പറയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഇന്ത്യ എന്ന് പറയില്ലല്ലോ, നിങ്ങൾ മറ്റെന്തോ അല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭയമാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. ഈ ഇന്ത്യ മുന്നണിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയും ഞങ്ങളുടെ തിരിച്ചുവരവിനെയും ഭയക്കുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ IT ഡിപ്പാർട്ട്മെന്റെ ഉപയോഗിച്ചുകൊണ്ട് അവിഹിതമായി ഞങ്ങളുടെ എല്ലാ ഫണ്ടുകളും ഫ്രീസ് ചെയ്യുകയാണ്. ഇതാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? നിങ്ങൾ ചെയ്യുന്ന അങ്ങനാണെങ്കിൽ BJP-യുടെ ഞാൻ പറഞ്ഞ കണക്കുകൾക്ക് നിങ്ങൾ മറുപടി പറയണം. അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തത്? പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ സനോജ് പറഞ്ഞു, VK സനോജ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. താങ്കൾ ഇവിടെ ഞങ്ങൾ ബോണ്ട് വാങ്ങിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊരു മറുപടി പറഞ്ഞോട്ടെ. ഞങ്ങൾ ബോണ്ടിന് എതിരാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഒരിക്കലും BJP വാങ്ങിക്കുന്ന പോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് IT ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുവന്നിട്ട് ED-യെ കൊണ്ടുവന്ന് ഭയപ്പെടുത്തിയിട്ട് ആരുടെയും ഫണ്ട് വാങ്ങിച്ചിട്ടില്ല. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ കാലത്തും നിങ്ങൾ പിരിവ് നടത്തുന്നു. നിങ്ങൾ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നാണ് പിരിവ് നടത്തുന്നതെങ്കിൽ, നിങ്ങൾ മറ്റു രീതിയിൽ മറ്റു കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നാണ് പിരിവ് നടത്തുന്നതെങ്കിൽ, നിങ്ങൾ മാസപ്പടിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ അത്തരത്തിലായിരിക്കും നിങ്ങളുടെ പാർട്ടിയുടെ ഫണ്ട് കളക്ഷൻ നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ട്രൽ ബോണ്ടിൽ ഫണ്ട് വാങ്ങിക്കുന്നത് പാടില്ല എന്നല്ല പറയുന്നത്. അത് BJP വാങ്ങിക്കുന്നത് പോലെ BJP വാങ്ങിക്കുന്നു. എന്താണ് ഒരു കമ്പനിക്ക് കൊടുക്കുന്നു? താങ്കൾ തന്നെ ഇപ്പൊ സൂചിപ്പിച്ചല്ലോ, മേഘ ഉൾപ്പെടെയുള്ള നിരവധി കമ്പനികളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവർക്കൊക്കെ പ്രൊജക്റ്റ് കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നു. അപ്പോൾ കെജ്രിവാളിനെതിരെയുള്ള കേസിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി, രാജ്യം മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, പ്രതിപക്ഷ പാർട്ടികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിന്റെ ജനാധിപത്യ വ്യവസ്ഥിതി മുഴുവൻ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യേണ്ടത്. CPI-യുടെ ഫണ്ട് മരവിപ്പിച്ചല്ലോ. CPM-ന്റെ ഫണ്ട് മരവിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെ IT ഡിപ്പാർട്ട്മെന്റെ ഉപയോഗിച്ച് BJP മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൂട്ടായി ചിന്തിക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഈ 93-94 അത് ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുക. 93-94 മുതലുള്ള കാര്യങ്ങൾ ഇവിടെ ശങ്കുത്രിദാസിന് എന്താണ് പറയാനുള്ളത്? അത്തരത്തിലൊരു നിയമം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിലവിലുണ്ടോ? 5 വർഷത്തിനുള്ളിലുള്ളത് മാത്രമാണ് ഒരു അസസ്മെന്റ് ഓഫീസറിന് കൊടുക്കാൻ കഴിയുന്നത്, ഒരു നോട്ടീസ് കൊടുക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 93-ലെ സീതാറാം കേസരി ട്രഷററായിരിക്കുമ്പോൾ ഉള്ള കണക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ അതെല്ലാം കോൺഗ്രസ് കൊടുക്കാനുള്ളതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ് വിശ്വസിക്കുക? ഇത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി മാത്രം BJP പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ. ശരി, ശ്രീ VK സനോജ്, CPI-ക്ക് 11 കോടിയുടെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇടത് പ്രസ്ഥാനമാണ്. ഇത് ഈ പറയുന്ന നടപടികളുടെ ഒരു തുടർച്ചയായി കാണുകയാണോ, അതോ നിങ്ങൾ അപ്പലേറ്റ് അതോറിറ്റിയിലേക്ക് പോവുകയാണോ? എന്താണ് ഒരു മുന്നണി എന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലുള്ളൊരു വഴി? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, പ്ലാൻ? അല്ല, ഇത് ഞാൻ പറഞ്ഞത്, ഇപ്പം CPI-ക്ക് നോട്ടീസ് കൊടുത്താലും, നാളെ ഇപ്പോൾ CPM നോട്ടീസ് അയച്ചാലും, ഇന്നിപ്പോൾ കോൺഗ്രസിന് അയച്ച നോട്ടീസ് ആയിക്കഴിഞ്ഞാലും ഇത് വളരെ കൃത്യമായ BJP-യുടെ ഒരു പദ്ധതിയാണ്. കാരണം BJP ഈ തെരഞ്ഞെടുപ്പിൽ അല്പം പ്രയാസത്തിലാണ് ഉള്ളത്. കാരണം ഈ നിലയിലുള്ള പ്രചരണവും ഈ നിലയിലുള്ള പ്രതിപക്ഷത്തിൻ്റെ മുന്നോട്ട് പോക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് BJP-ക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് BJP കയ്യിലുള്ള അധികാരം വളരെ കൃത്യമായി തെറ്റായ നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഉപയോഗത്തിനെതിരായിട്ട് ശക്തമായ സമരം, ശക്തമായ പ്രക്ഷോഭം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം അങ്ങനെ പ്രക്ഷോഭം ഉയർത്താൻ മുന്നിൽ നിൽക്കേണ്ട കോൺഗ്രസ് BJP ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയ അഴിമതി പണം ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ദീപ്തി മേരി വർഗീസ് ആശങ്കപ്പെട്ടുകൊണ്ട് കാര്യമില്ല. അത് വളരെ കൃത്യമാണ്. ജനങ്ങൾക്കുള്ള ചോദ്യമാണ്. ഞാൻ പറയാം, നിലനിൽക്കുന്ന ഒരു രീതിയാണ്. ആരെക്കുറിച്ചും ഭീഷണിപ്പെടുത്തിയിട്ടല്ല, റെയ്ഡ് തുടങ്ങിയിട്ടല്ല കോൺഗ്രസിന് പൈസ കിട്ടിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വായിച്ചല്ലോ, 41 കമ്പനികൾ റെയ്ഡ് തുടങ്ങിയതിനു ശേഷം ഇലക്ട്രൽ ബോണ്ട് വഴി പർച്ചേസ് ചെയ്തിട്ടുള്ള കോടികളുടെ കണക്ക്. അങ്ങനെ ഒരു കണക്ക് കോൺഗ്രസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനില്ല. അത് രാജ്യത്ത് അന്ന് നിലനിൽക്കുന്ന ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി വിധിക്കാത്ത ഒരു രീതിയാണ്. എതിർത്തിട്ടില്ല ഒരിക്കലും എന്ന് കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ.
അല്ലല്ല, അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ കോൺഗ്രസ് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ തള്ളേണ്ടി വരും. സുപ്രീം കോടതിയിൽ എന്ത് വാദം നടന്നെന്നും അവിടെ എന്തെല്ലാം നിരീക്ഷണം ഉണ്ടായെന്നും നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ഇത്തരം പണം തീർച്ചയായിട്ടും ഭരിക്കുന്ന പാർട്ടി ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്നു എന്നത് കോൺഗ്രസിന് അറിയാത്ത കാര്യമില്ല. അപ്പൊ ഇങ്ങനെ വെളിപ്പെടുത്താത്ത രൂപത്തിൽ ഇങ്ങനെ പണം സമാഹരിക്കാനുള്ള ഒരു നിലപാട് രാജ്യത്തുണ്ടാവുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കോൺഗ്രസ് കാണിക്കണമായിരുന്നു. BJP 1000 കോടി വാങ്ങുമ്പോൾ എന്നാ പിന്നെ 100 കോടി ഞങ്ങൾ കിട്ടുന്നതുകൊണ്ട് ആ 1000 കോടിയുടെ കാര്യം മിണ്ടാതിരിക്കാം എന്ന രാഷ്ട്രീയ പാപ്പരത്വം കോൺഗ്രസ് സ്വീകരിച്ചു എന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ വിമർശനമാണ്. ആ വിമർശനം ഞങ്ങൾ ഉന്നയിക്കും. അത് ഇത്തരം വേദികളിൽ എന്തുകൊണ്ട് ഉന്നയിക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്. BJP പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം വേട്ടയാടുന്ന ഘട്ടത്തിൽ BJP ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് എന്ത് പണമാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്തരം പണം ഉപയോഗിക്കുന്നു. ഇതുകൂടി ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിന് പലപ്പോഴും കഴിയാതെ പോകുന്നു. ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഇപ്പൊ ശങ്കുട്ടിദാസ് പറഞ്ഞല്ലോ, ഞാൻ പറയാം BJPക്ക് അത് ഒരു മറുപടി. ഇപ്പൊ 92 പേരുടെ വിവരങ്ങൾ സംബന്ധിച്ച് ഇനിയും ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് സംഭാവന കൊടുത്ത ആളുടെ പേര് വിവരം പുറത്തുവിട്ടിട്ടില്ല. കോൺഗ്രസിന് ബാധകമായ ഇത്രയും കോടി പിഴയാണെങ്കിൽ BJPക്ക് ഏതാണ്ട് 4600 കോടി പിഴ അടക്കേണ്ടി വരും. അപ്പൊ എന്താ കാര്യം? ഉദ്യോഗസ്ഥന്മാരെ ഇവർക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തുന്നു, അത് ഉറപ്പല്ലേ? അപ്പൊ അന്വേഷണ സംവിധാനത്തെ മുഴുവൻ ഇവരല്ലേ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ കോടതിയിൽ കൊടുക്കുന്ന രേഖ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്രിമമായിട്ട് ഡിജിറ്റൽ രേഖ ഉണ്ടാക്കുന്നു എന്നാണ് പുതിയ അറിവ്. ഇപ്പൊ കൃത്രിമമായിട്ട് ഡിജിറ്റൽ രേഖ ഉൾപ്പെടെ ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുന്നു. ഇപ്പൊ BJPയുടെ എല്ലാ അടിമപ്പണിയും എടുക്കുന്ന ആളുകളായിട്ട് ഈ അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള സ്ഥാപനങ്ങളുടെ മേലധികാരികൾ പോലും മാറുന്നു എന്നാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്, അത് അനുസരിച്ചു കൊള്ളണം എന്നൊന്നുമല്ല. കോടതി വിധി എന്താ BJPക്ക് എതിരായിട്ട് വരാത്തത്? അപ്പൊ അതെല്ലാം വളരെ കൃത്യമാണ്. പ്രതിപക്ഷത്തെ വേട്ടയാടുക, നിശബ്ദമാക്കുക, ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി ഇൻകം ടാക്സിനെ വിളിച്ചത് കൂലിക്ക് പണിയെടുക്കുന്നവർ എന്നാണ്. ഇന്ന് KC വേണുഗോപാൽ ഇൻകം ടാക്സിനെ വിളിക്കുന്നത് ഗുണ്ടകളെ ഉപയോഗിക്കുന്നു, ഇൻകം ടാക്സ് ഗുണ്ടകളെ ഉപയോഗിക്കുന്നു എന്നാണ്. ദീപ്തി മേരി വർഗീസ് പറയുന്നത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പേടിയാണ്. ശ്രീ VK സനോജ് പറയുന്നു നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പേടിയാണ്. നിങ്ങൾക്ക് ഈ മുന്നണിയെ ഇങ്ങനെ പ്രചാരണം നടത്തിയാൽ, ജനങ്ങളെ സ്വാധീനിച്ചാൽ, നിങ്ങളുടെ ദുഷ്ടലാക്കുകൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ജനകീയതയുണ്ടാകില്ല. ഹാട്രിക് എന്ന് പറയുന്നത്, ഈ മിഷൻ 400 എന്നൊക്കെ പറയുന്നത് സ്വപ്നമായി അവശേഷിക്കുമെന്ന പേടി നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ച് ഇത്രയും നടപടി എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞു ചില മാനദണ്ഡങ്ങൾ പുറത്തിറക്കും. തെരഞ്ഞെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ട് നടപടികൾക്ക് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ചില മാനദണ്ഡങ്ങൾ പുറത്തിറക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ. അല്ല, ഇവർ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചിട്ട് അഴിമതി കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം, നികുതി അടയ്ക്കുന്നതിന് ആളുകൾക്ക് ഇളവുകൾ കൊടുക്കണം, നികുതി വെട്ടിപ്പിന് നേരെ കണ്ണടയ്ക്കണം, രാജ്യത്തുള്ള ഈ പറയുന്ന അന്വേഷണ ഏജൻസികളും നിയാമക സംവിധാനങ്ങളും ഒക്കെ കുറച്ചു കാലം വിശ്രമത്തിലേക്ക് പോകണം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തുടരാമെന്നുള്ളതാണെങ്കിൽ അത് സാധ്യമല്ല. ഈ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉള്ളതുപോലെ തന്നെ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റവും ഉണ്ട്. അവർക്ക് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുള്ള സമയമാണെന്നുള്ളതുകൊണ്ട് കോൺഗ്രസിന്റെ നികുതി വെട്ടിപ്പിന് നേരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ണടയ്ക്കണം എന്ന് പറഞ്ഞാലും, ഡൽഹിയിൽ നടന്നിട്ടുള്ള അഴിമതിക്കും മണി ലോണ്ടറിംഗിനും എതിരെ ED കണ്ണടയ്ക്കണമെന്ന് പറഞ്ഞാലും അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ല. ആ കാര്യത്തിൽ എന്തെങ്കിലും ക്രമവിരുദ്ധത ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഏജൻസികളൊന്നും സ്വയംഭരണ സ്വതന്ത്ര പരമാധികാര സ്ഥാപനങ്ങളൊന്നുമല്ല. ഇതൊക്കെ നിയമത്താൽ ഗവേൺ ചെയ്യപ്പെടുന്ന ഏജൻസികളാണ്. ഇവയ്ക്ക് മുകളിൽ കോടതികളുണ്ട്. കോടതികളിൽ പോയിട്ടും കോടതികളുടെ അനുവാദത്തോട് കൂടിയിട്ടും കോടതികളുടെ നടപടികളുമാണ് ഉണ്ടാവുന്നത്. തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. നോക്കൂ, ഇത് മര്യാദയല്ല. അങ്ങ് ജനാധിപത്യ മര്യാദയെ പറ്റിയിട്ടും ജനാധിപത്യ സംരക്ഷണത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയും മറ്റൊരാളെ സംസാരിക്കാൻ അല്ല. നോക്കൂ, ഇന്നിപ്പോ കോൺഗ്രസിന്റെ എന്താ പറയാ, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ന് ട്വിറ്ററിൽ ട്വീറ്റ് ചോദ്യം പൂർത്തിയാക്കിയത് ശങ്കുട്ടിദാസ് കേട്ടു. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അതല്ലേ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോഴും ശങ്കുരി ഇടയ്ക്ക് ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ കൈയുയർത്തി കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ തിരിച്ചും ആ ഒരു നിലപാട് സ്വീകരിക്കണമല്ലോ. ശങ്കുട്ടിദാസ് പൂർത്തിയാക്കാം. അല്ല, ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കളുടെ എല്ലാം പ്രതികരണങ്ങൾ കാണിക്കുന്നത് ഈ രാജ്യത്തെ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തോടുള്ള ആ രീതിയിലുള്ള അവരുടെ എന്താണ് അഭിപ്രായരാഹിത്യമാണ് കാണിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അക്ഷരാർത്ഥത്തിൽ ഭീഷണി വീഡിയോ ആണ്. ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഓർത്തോളൂ, എല്ലാ കാര്യത്തും BJPയുടെ ഭരണമായിരിക്കില്ല, ഈ ഭരണത്തെ മറികടന്നുകൊണ്ട് ഞങ്ങളുടെ ഭരണം വരും, അന്ന് നിങ്ങൾ ഓരോരുത്തരും ശിക്ഷിക്കപ്പെടും എന്ന് ഇൻകം ടാക്സിന്റെയും EDയുടെയും ഉദ്യോഗസ്ഥന്മാരെ പരസ്യമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന
നമ്മുടെ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളൊന്നും വ്യത്യസ്തമല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നല്ല മികച്ച അഭിഭാഷകനുമാണ് ശ്രീ ശങ്കുടിദാസ്. അങ്ങ് മുന്നോട്ട് വെച്ചൊരു നല്ല വാദമാണ്. ഇലക്ഷൻ കാലമായാൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾ നിർത്തിവെക്കണമോ എന്ന ചോദ്യം. ശ്രീ ശങ്കുടിദാസ്, ഇതേ കേസിൽ ഇഡിക്ക് മുൻപാകെ നേരത്തെ ആദ്യം വി കെ സനോജ് സംസാരിച്ചപ്പോൾ അങ്ങ് പറയുന്നു ചോദ്യം ചോദിച്ചതിനല്ല ഉത്തരം പറഞ്ഞത് എന്ന്. ഇതേ ഇഡി അറസ്റ്റ് ചെയ്ത ശരത്ചന്ദ്ര റെഡ്ഡി 5 കോടിയും പിന്നെ 25 കോടിയും പിന്നെ 20 കോടിയും പിന്നെ 25 കോടിയും കൊടുത്തപ്പോൾ മാപ്പുസാക്ഷിയാകുന്നതും അതിന്റെ പേരിൽ ഇഡി നടപടി ഉണ്ടാകുന്നതും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നതും ഇവിടെ കണ്ടു നമ്മൾ. എന്തിനാണ് ഇഡി അറസ്റ്റ് ചെയ്ത ഒരാൾ ഒരു നല്ല വക്കീലിനെ കണ്ട് കേസ് നടത്തുന്നതിന് പകരം ഒരു മിനിറ്റ് ബി ജെ പിക്ക് അനുകൂലമായി ഇലക്ട്രൽ ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുന്നത് എന്ന് ജനം ചിന്തിക്കും. എന്നിട്ട് ചിന്തിക്കും അപ്പുറത്ത് ഈ പറയുന്ന അഴിമതി വിരുദ്ധ പ്രവർത്തനത്തിന് ഇലക്ഷൻ കാലത്ത് മാറ്റുകൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം. 41 കമ്പനികൾ ശ്രീ ശങ്കുട്ടിദാസ് ഇഡിയുടെ അന്വേഷണം തുടങ്ങിയതിനു ശേഷം കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന വിവരം പുറത്തു വരുമ്പോഴും ഇഡി അന്വേഷണം നടത്തുന്നതും റെയ്ഡ് നടത്തുന്നതും തിരഞ്ഞെടുപ്പിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണോ അതോ തിരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടെന്നങ്ങ് ശുഷ്കാന്തിപ്പെട്ടതാണോ എന്ന് ജനം ചിന്തിക്കും ശ്രീ ശങ്കുട്ടിദാസ്. എന്നിട്ട് ഈ ഏജൻസികളുടെ സത്യസന്ധത, ധാർമ്മിക അടിത്തറ കൂടി ചിന്തിക്കും. അല്ലാതെ ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ കൈകെട്ടി മാറി നിന്നുകൊള്ളാം എന്ന് പറയുന്ന അഴിമതി അനുകൂല നിലപാട് ഈ ഏജൻസികൾ സ്വീകരിക്കേണ്ടതാണോ എന്ന് അങ്ങയുടെ ചോദ്യം നിൽക്കുമ്പോൾ തന്നെ ഈ കാര്യം കൂടി ജനം ചിന്തിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ. പക്ഷെ ഞാൻ ഈ ശരത് യാദവിന്റെ കാര്യം ശരത് കാര്യം, ഈ പറയുന്ന ഇഡിയുടെ കാര്യം, ഈ പറയുന്ന ഓക്കെ ഈ ബോണ്ടിന്റെ കാര്യം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ. അതിനൊരു മിനിറ്റിൽ മറുപടി പറയാൻ എന്നെ അനുവദിക്കണം. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഏക മൊഴി ഈ പറയുന്ന ശരത് റെഡ്ഡിയുടെ മൊഴി മാത്രമല്ല, അത് ആദ്യത്തെ തെറ്റാണ്. സനോജ് പറഞ്ഞത് തെറ്റാണ്. ശരത് റെഡ്ഡിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ തന്നെ കോടതിയിൽ പറഞ്ഞത് 4 പേരുടെ മൊഴികൾ മാത്രം ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമല്ല എന്നാണ്. കാരണം 4 മൊഴികളുണ്ട്. ദിനേശ് അറോറയുടെ ആദ്യത്തെ മൊഴിയുണ്ട്. അതിനുശേഷം YSR കോൺഗ്രസിന്റെ ഓങ്കോൾ MP ആയിട്ടുള്ള റെഡ്ഡിയുടെ മൊഴിയുണ്ട്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള രാഘവ് റെഡ്ഡിയുടെ മൊഴിയുണ്ട്. അതിനുശേഷം ശരത് റെഡ്ഡിയുടെ മൊഴി വരുന്നത്. ഇവരെല്ലാവരും ഈ ലൈസൻസുകൾ കിട്ടാൻ വേണ്ടി പണം കൊടുത്തവരും CBI അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി ഒരു സുപ്രഭാതത്തിൽ മദ്യനയം പിൻവലിച്ചപ്പോൾ നഷ്ടം സംഭവിച്ചവരുമാണ്. അവർ തന്നെയാണ് ഈ കാര്യത്തിൽ ആദ്യത്തെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്ത ഒരാൾ ശരത്ചന്ദ്ര റെഡ്ഡി ആണല്ലോ. അതിനുശേഷം ഈ പറയുന്ന ഡേറ്റുകളിൽ തന്നെ അദ്ദേഹം മാപ്പുസാക്ഷിയായി മാറുകയും ചെയ്തല്ലോ. പുറത്തു വന്നിട്ടും ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയും ചെയ്തല്ലോ. ശരത് റെഡ്ഡി എന്ന് പറയുന്ന ആൾ ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം ഓറബിന്ദോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വിപുലമായ ചർച്ച നടന്നതുമാണ് ശ്രീ ശങ്കുട്ടിദാസ്. പുതിയൊരു വിവരമൊന്നുമല്ല. പക്ഷേ മാപ്പുസാക്ഷിയാകാൻ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാൽ മതി എന്ന് പറയുന്നത് നടാടെയാണ്. ഒരു വാചകം പറയാൻ അനുവദിക്കൂ. നോക്കൂ, ഇലക്ട്രൽ ബോണ്ട് അദ്ദേഹം മേടിച്ചിട്ടുണ്ട്. പക്ഷെ BJP ക്ക് മാത്രമല്ലല്ലോ കിട്ടിയത്. ഓറബിന്ദോ ഫാർമസ്യൂട്ടിക്കൽസ് 55 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ മേടിച്ചിട്ടുണ്ട്. അതിൽ 5 കോടിയും പിന്നീട് 25 കോടിയുമായിട്ട് 30 കോടി രൂപ BJP ക്ക് അനുകൂലമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. 15 കോടി രൂപ കിട്ടിയത് YSR കോൺഗ്രസിനല്ലേ. അല്ല, അവർ ഈ പറയുന്ന BJP നേതാക്കളുടെ ഭാഷയിൽ കള്ളന്മാരുടെ കൂട്ടമല്ല അവർ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ട് നിങ്ങൾ ഇതിനില്ലല്ലോ. നിങ്ങൾ സത്യസന്ധതയുടെ ധാർമ്മിക അടിത്തറയിൽ മാത്രം പ്രവർത്തിക്കുന്ന, നിങ്ങൾ ധർമ്മ സംസ്ഥാപനാർത്ഥം രാഷ്ട്രം നയിക്കുന്ന ആളുകളല്ലേ. നിങ്ങൾക്ക് എന്തിനു തന്നു? നോക്കൂ, എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട് ഒരാൾ തരുന്നത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റോർട്ട് ചെയ്തിട്ട് ആൾക്കാരുടെ അടുത്ത് മേടിക്കുന്ന കൈക്കൂലിയൊന്നുമല്ല. ഈ രാജ്യത്ത് നിയമപ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കാനുള്ള ഒരു മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട്. അതുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് രാജ്യത്തെ ഭരണഘടനാ ബെഞ്ച് അതിനെ ഇല്ലാതെയാക്കിയത്. അതിനെ ഇല്ലാതെയാക്കിയത് രാജ്യത്ത് ഉണ്ടായിരുന്ന നിയമമനുസരിച്ചായതുകൊണ്ടാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മിനിമം മറുപടി പറയാനുള്ള ഞാൻ തന്നെ ഇടപെടുന്നുണ്ട്. അങ്ങയുടെ ഊഴത്തിൽ അങ്ങേക്ക് വരാം. ഞാൻ തന്നെ ഒരുപാട് ഇടപെടുന്നുണ്ട്. ശ്രീ ശങ്കു, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അങ്ങ് പൂർത്തിയാക്കും, ഞാൻ ഇടപെടില്ല. പൂർത്തിയാക്കോളൂ. നോക്കൂ, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞത് അതിലുള്ള ഈ സുതാര്യതയുടെ പ്രശ്നം കൊണ്ടോ അതിലുള്ള അഴിമതിയുടെ പ്രശ്നം കൊണ്ടോ അല്ല. അത് ആർട്ടിക്കിൾ 14 വയലേറ്റീവ് ആയിട്ടുള്ള ആർബിട്രറിനെസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പേയുള്ള സാഹചര്യം എന്തായിരുന്നു? 20,000 രൂപയ്ക്ക് മുകളിലുള്ള പണത്തിന് മാത്രമേ സോഴ്സിനെ കാണിക്കണ്ടൂ. അതിന് താഴെയുള്ള പണം മുഴുവൻ അൺനോൺ സോഴ്സസ് ആയിട്ട് കാണിക്കായിരുന്നു. അതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മണി അക്യുമുലേഷന്റെ മാർഗം എന്ന് കണ്ടുകൊണ്ടാണ് സുതാര്യമായ വെരിഫയബിൾ ആയിട്ടുള്ള സീക്രസി ഉറപ്പുവരുത്തുന്ന ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോണ്ട്
ബോണ്ടിൽ 20,000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ 6,000 കോടിയെ BJP കിട്ടിയിട്ടുള്ളൂ. ബാക്കി 14,000 കോടി കിട്ടിയത് INDA അലയൻസിൽ പെടുന്ന ഈ ബാക്കി പാർട്ടികൾക്കാണ്. അതായത് ഈ രാജ്യത്ത് ഇന്നൊരാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തട്ടിക്കൂട്ടിയ ഒരു പ്രസ്ഥാനമാണ് BJP തന്നെ പരിഹസിക്കുകയും ചെയ്ത ഒന്നാണ്. BJP തന്നെ പരിഹസിക്കുകയും ചെയ്തത്. പിന്നെ അങ്ങ് പറഞ്ഞു ഇതിനേക്കാൾ മികച്ചതാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന തിരിച്ചറിവ് കേന്ദ്ര സർക്കാരിനുണ്ട്. ശരിയാണെന്നേ, ഇതിനേക്കാൾ മികച്ച രീതിയിൽ അഴിമതി നടത്താം എന്നൊരു തിരിച്ചറിവ് ഉണ്ടായോ എന്നുള്ളതാണ് ഇപ്പോൾ എഴുതുന്ന ഏറ്റവും വലിയ ചോദ്യം. ഞാൻ കഴിയുമെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം അങ്ങയിലേക്ക് വരാം. ബ്രേക്ക്. ഓരോ മിനിറ്റ് വീതം രണ്ടുപേരിലേക്ക് വന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ദീപ്തി മേരി വർഗീസ്, ഈ പണം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുമോ? പണം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. എന്താണ് നിങ്ങളുടെ പ്ലാൻ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ മാധു, ഇതിൻ്റെ അകത്ത് രാജ്യത്തുള്ളത് എന്താണ് നിയമം? രാജ്യത്ത് പെനാൽറ്റി കൊടുക്കുന്ന ഒരു നിയമം ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ കോൺഗ്രസിന് അറിയാം. അതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഞാൻ വീണ്ടും പറയുകയാണ്, അതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കോൺഗ്രസിനെ സംബന്ധിച്ച് പെനാൽറ്റി വരുന്നതോ ആ പെനാൽറ്റി അടയ്ക്കുന്നതോ ഒന്നുമല്ല പ്രശ്നം. അത് അത്തരത്തിലേക്ക് ആ ചർച്ചയെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ മുഴുവൻ ഫണ്ടും ഫ്രീസ് ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് ശങ്കുറ്റിദാസിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ 116 പ്രതിപക്ഷ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ED കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 116 പ്രതിപക്ഷ നേതാക്കളെയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇതിനു മുൻപും ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ, നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി ആളുകൾ, അജിത് പവാർ ആയാലും നാരായണൻ റാണെ ആയാലും മുകുൾ റോയ് ആയാലും ഹിമന്ത് വിശ്വാസ് ആയാലും അങ്ങനെ ഒരു വലിയ നേതാക്കന്മാർ BJPയിലേക്ക് വരുമ്പോഴേക്കും അവരുടെ എല്ലാ കേസുകളും ഇല്ലാതാവുകയാണ്. EDയുടെ കേസുകളെല്ലാം ഇല്ലാതാവുകയാണ്. കാരണം താങ്കൾ ഘോരഘോരം വാദിക്കുകയാണ്, കോൺഗ്രസ് എന്തോ വലിയ തെറ്റ് ചെയ്തു, ആ മാരകമായ തെറ്റുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങളുടെ ED തന്നെ പറയുന്നു മാരകമായ തെറ്റ് ചെയ്തു, ഇന്ന ആളുകൾ ചെയ്തു, അവരുടെയൊക്കെ പേരുകൾ നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് അവർ BJPയിലേക്ക് വരുമ്പോഴേക്കും തെറ്റുകാരല്ലാതാകുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് BJPയെ സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. BJPയെ സംബന്ധിച്ച് കോൺഗ്രസ് എന്തുകൊണ്ട് പെനാൽറ്റി അടയ്ക്കുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. അപ്പോൾ ചോദ്യമില്ല, നേരത്തെ പറഞ്ഞു പൂർത്തിയാക്കാൻ ശ്രമിച്ച പറയണം. അല്ല, ഇപ്പൊ ശങ്കുട്ടിദാസ് രാജ്യത്തെന്തോ നിയമം നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നു എന്നല്ലേ പറയുന്നത്? അപാരമായ തൊലിക്കെട്ടി തന്നെ. നിങ്ങൾക്ക് കാശ് എന്നാൽ നിങ്ങൾ അപ്പോൾ പ്രതികളായിട്ട് ആളുകളെ ഒഴിവാക്കുന്നു, നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് ആളുകളെ കൂടെ നിർത്തുന്നു. ഇപ്പൊ അശോക് ചവാൻ ആദർശ് ഫ്ലാറ്റ് കുംഭകോണം നമ്മൾ പറഞ്ഞു പോയിട്ടില്ലല്ലോ. ആദർശ് ഫ്ലാറ്റ് കുംഭകോണത്തിൽ അശോക് ചവാനെ പിടിച്ച് ജയിലിടും എന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. അശോക് ചവാനെ കോൺഗ്രസിന് ചാടിച്ച് BJPയിലേക്ക് കൂട്ടി, എല്ലാ കേസും ഒതുക്കി കൊടുത്തു. എവിടെ പോയി ഇപ്പൊ കേസ്? അന്ന് നരേന്ദ്രമോദി വലിയ ആവേശത്തിൽ പ്രസംഗിച്ചല്ലോ. ആ പ്രസംഗം ഇപ്പൊ തുടരാൻ നരേന്ദ്രമോദി കഴിയുമോ? കഴിയില്ല. കാരണം അയാളെ നിങ്ങളുടെ കൂടെ കൂട്ടിയിരിക്കുന്നു. ഇപ്പൊ ജിൻഡാൽ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസമാണല്ലോ നിങ്ങളുടെ കൂടെ വന്നത്. മരുന്ന് കമ്പനികളിൽ നിന്ന് വാങ്ങിയ കാശ് 35 മരുന്ന് കമ്പനികളിൽ നിന്ന് 945 കോടി വാങ്ങി. എന്താ പ്രത്യുപകാരം? അഴിമതിയാണ്. 945 കോടി എണ്ണി വാങ്ങിയിട്ട് ആ നിരോധിക്കപ്പെട്ട മരുന്ന് ഉൾപ്പെടെ ഈ രാജ്യത്തെ പാവപ്പെട്ടവരും വിതരണം ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നു. അതല്ല ഇവിടെ ഉണ്ടാവുന്നത്. ഇപ്പൊ റോബർട്ട് വധേരയുടെ ഗ്രൂപ്പിൽ നിന്ന് 170 കോടിയാണ് വാങ്ങിയത്. 170 കോടി. ഹരിയാന ഗവൺമെന്റ് ക്ലെയിം ചിറ്റ് കൊടുത്തു ഹൈക്കോടതിയിൽ. 5 വർഷം തുടർച്ചയായി പണം വാങ്ങി റോബർട്ട് വധേരക്ക് ക്ലെയിം ചിറ്റ് കൊടുത്തു. എന്നിട്ട് നിങ്ങളിപ്പോ ആകെ ആരോപിക്കുന്നത് BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തങ്ങളെ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു, പ്രതിരോധത്തിലാക്കുന്നു. ജനാധിപത്യത്തിന്റെ തൂക്കിക്കൊലയാണ് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലെ നടപടികൾ കണ്ടു തന്നെ അറിയാം. വളരെ നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.